പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങൾ പോകുന്നുള്ളത് തിരുച്ചിയിലേക്കാണ്, അതായത് തഞ്ചാവൂർ. അപ്പം ഹരിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ് സൺഡേ. അത് കൂടാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, എന്തായാലും അവിടെ വരെ പോകുന്ന സ്ഥിതിക്ക് അവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്ഥലങ്ങളും പിന്നെ അവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പം നമുക്ക് പോവാം. അങ്ങനെ വൈകിട്ട് ഒരു 7:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇവിടുന്ന് ഡയറക്റ്റ് മെജസ്റ്റിക് ചെന്നിട്ട് അവിടുന്ന് ശാന്തിനഗറിലേക്ക് പോകണം. അവിടുന്ന് ഡയറക്റ്റ് തിരുച്ചിയിലേക്കാണ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഒരു 9:30 ആകുമ്പോഴേക്കും ഞങ്ങൾ മെജസ്റ്റിക് എത്തി. അവിടെ നിന്ന് ഇപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് പോകാവുന്ന ദൂരത്തിലേ ഉള്ളൂ ശാന്തിനഗർ. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ശാന്തിനഗറിന് തിരുച്ചിയിലേക്കുള്ള ബസ് 10:30 അപ്പം കണ്ടില്ലേ, ഓൺ ടൈമിന് തന്നെ ബസ് വന്നു. ഞങ്ങൾ സെമി സ്ലീപ്പർ AC ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തിരുച്ചിയിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരുച്ചി എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഹരിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. അപ്പം ഇന്ന് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. വന്നിറങ്ങിയതും ഐശ്വര്യമായിട്ടുള്ള പൂക്കടകളെ കണി കണ്ടുകൊണ്ട് യാത്ര തുടങ്ങി. അപ്പം ഇവിടേക്ക് തന്നെ ഹരിയുടെ ഫ്രണ്ട് ആ ചേട്ടൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ചെന്ന് കുറച്ച് സ്വീറ്റ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. വെളുപ്പിനെ ആയതുകൊണ്ട് കടകളൊന്നും ശരിക്കും തുറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു കട ഞങ്ങൾ കണ്ടുപിടിച്ചു. കണ്ടില്ലേ, നല്ലൊരു കടയായിരുന്നു. ഒത്തിരി വെറൈറ്റി സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. കണ്ടിട്ട് തന്നെ കൊതി തോന്നി. അപ്പം കണ്ണുകൊണ്ട് കണ്ട് തന്നെ കൊതി മാറ്റി അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സ് മേടിച്ച് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാൻ ആ ചേട്ടൻ വന്നായിരുന്നു. അപ്പം നേരെ ഇപ്പം അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഫ്രഷപ്പായിട്ട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ടെമ്പിളായ രംഗനാഥസ്വാമി ടെമ്പിളിലേക്കാണ്. അപ്പം ഈ കാണുന്നതാണ് അവരുടെ വീട്. അപ്പം മേളത്തെ പോർഷൻ കാലിയായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് ഹരിയുടെ ഫ്രണ്ടിൻ്റെ റൂമാണ്. അവരുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെയാണ്. അപ്പം രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ ഇന്നത്തെ ദിവസം മൊത്തം ഈ തിരുച്ചി സിറ്റി മൊത്തം നമുക്ക് കറങ്ങാം. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ടെമ്പിളായ ശ്രീരംഗം ടെമ്പിളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഓരോ സ്ഥലത്തുമായിട്ട് പോകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇറങ്ങാം. ഹലോ, അപ്പോൾ ഗായ്സ്, ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് നേരെ പോകുന്നുള്ളത് ശ്രീരംഗം ടെമ്പിളിലേക്കാണ്. അതെ, അപ്പം ഹരിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം ആ ചേട്ടൻ്റെ തന്നെ കാറും തന്നായിരുന്നു, എവിടെ വേണമെങ്കിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം കാറും കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു സൗകര്യമായി പോകാനായിട്ട്. അപ്പം ഇവിടുന്ന് ജസ്റ്റ് ഒരു 9 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ ശ്രീരംഗം ടെമ്പിളിലേക്ക്. അപ്പം അവിടത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. സ്റ്റേറ്റ് ഹൈവേ വഴിയിലൂടെയാണ് ഞങ്ങളിപ്പം പോയിക്കൊണ്ടുള്ളത്. ഈ കാണുന്നതാണ് കാവേരി റിവർ. അതെ, കണ്ടാൽ അതിശയം തോന്നിക്കും. കണ്ടില്ല, ഒട്ടും വെള്ളമേ ഇല്ല. അതായത് വെള്ളം അത്രയ്ക്കും വറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, മഴ പെയ്താൽ മാത്രമേ കുറച്ചെങ്കിലും ഇവിടെ വെള്ളം കാണാൻ സാധിക്കൂ എന്നാണ് അറിയാൻ പറ്റിയത്. ഡിഫറെൻ്റായ സ്റ്റേറ്റുകളിൽ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യസ്തത വെറും ഫുഡും പിന്നെ ട്രഡീഷനും മാത്രമല്ല, അവിടുത്തെ ടെമ്പിളും പിന്നെ ആ ഒരു ആർക്കിടെക്ചറും ഒക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കർണാടകയിലുള്ള ടെമ്പിൾസും പിന്നെ കേരളത്തിലുള്ള ടെമ്പിൾസും പിന്നെ അതുപോലെ തന്നെ ഇപ്പം കണ്ടില്ലേ തമിഴ്നാടിലെ ടെമ്പിൾ, അതിൻ്റെ ഒക്കെ ആർക്കിടെക്ചറൽ സ്റ്റൈല് വേറെ ആയിരിക്കും അല്ലേ. ഈ കാണുന്നതാണ് ശ്രീരംഗം ടെമ്പിള്. നമ്മളിപ്പം വന്നേക്കുന്നത് കണ്ടില്ലേ, ടെമ്പിൾ എത്തി.
ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ്. കണ്ടില്ലേ, ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്തായാലും അകത്തിരിക്കുന്ന ഭഗവാൻ ഒന്നാണല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പം കണ്ടത് ആദ്യത്തെ എൻട്രൻസ് ആയിരുന്നു. അതിനുശേഷം ഈ കാണുന്ന എൻട്രൻസും കൂടി കടക്കണം. അപ്പം അതിനു മുന്നേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു പൂക്കട കണ്ടില്ലേ, നല്ല ഫ്രഷ് പൂക്കളാണ്. അപ്പം ഞങ്ങൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസി മേടിച്ചിട്ടുണ്ട്. ഇനി നേരെ ചെന്ന് നമുക്ക് ഭഗവാനെ കാണാം. അപ്പം ഞങ്ങൾ കയറി ചെന്നത് നോർത്ത് ഗേറ്റ് വഴിയായിരുന്നു. കയറി ചെന്നതും മുന്നേ തന്നെ നമുക്ക് ലക്ഷ്മി ദേവിയുടെ ടെമ്പിളാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നരസിംഹസ്വാമിയുടെ ടെമ്പിളാണ്. ഹരി പോകുന്നുള്ള ഈ കാണുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ടെമ്പിള്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള പടി കയറി ചെന്ന നമുക്ക് നരസിംഹസ്വാമിയുടെ ടെമ്പിളാണ് ഉള്ളത്. അങ്ങനെ ആദ്യം ലക്ഷ്മി ദേവീനെ തൊഴുതു. ഇനിയിപ്പം ഈ കാണുന്നതാണ് നരസിംഹസ്വാമിയുടെ ടെമ്പിള്. ഈ കാണുന്നതാണ് ഗോപുരം. ഈ ക്ഷേത്രത്തിൽ ഒരു ഗോപുരമല്ല, ടോട്ടൽ 21 ഗോപുരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ 21 ഗോപുരങ്ങളിൽ വലിയ ഗോപുരമായ രാജഗോപുരമാണ് നിങ്ങൾ ഈ കാണുന്നത്. ടോട്ടൽ 239.5 ഫീറ്റ് ഹൈറ്റാണ് ഈ ഒരു ഗോപുരം. ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ് ആയ സൗത്ത് ഗേറ്റിലാണ് നമുക്ക് ഈ ഒരു ഗോപുരം കാണാൻ പറ്റുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ഗോപുരം എന്നതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം കണ്ടില്ലേ, ഇതുപോലത്തെ ഒത്തിരി നല്ല നല്ല പെയിന്റിങ്സ് നമുക്ക് വാൾസിൽ കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഈ സൈഡിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ടെമ്പിളാണ്. അപ്പം പ്രസാദങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തൊഴുതിറങ്ങി. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഈ കാണുന്ന മെയിൻ ടെമ്പിളായ രംഗനാഥസ്വാമിയുടെ ടെമ്പിളിലേക്കാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമായ രംഗനാഥസ്വാമി അവതാരമാണ് ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡ് വഴി നമ്മൾ ചെന്ന് ക്യൂ നിൽക്കേണ്ടതാണ്. അപ്പം ഇതുവഴി വന്ന നമുക്ക് ഫ്രീ എൻട്രി ആണ്. റൈറ്റ് സൈഡ് പോവുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് 50 രൂപ കൊടുക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ദർശനം, അതായത് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പോകാവുന്നതാണ്. കണ്ടില്ലേ, ഹരി ഓടിച്ചെന്ന് ക്യൂയിൽ നിന്നു. അപ്പം ഞാനും ഒട്ടും വൈകിക്കാതെ പെട്ടെന്ന് പോകുവാണ്. കാരണം ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഭഗവാനെ കണ്ടു തൊഴുതിട്ട് വരാം. അങ്ങനെ ഈ കാണുന്ന ഒരു എൻട്രൻസും കൂടിയേ ഇനി ബാക്കിയുള്ളൂ. പക്ഷെ അത് കടക്കാൻ കണ്ടില്ലേ, ഇത്രയും വലിയ ക്യൂ ആണ് ഉള്ളത്. എന്തായാലും ഒത്തിരി നേരം കാത്തിരുന്നു ഭഗവാനെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ നല്ല രീതിയിൽ ഭഗവാനെ കണ്ണ് നിറച്ചും കണ്ട് തൊഴുതിറങ്ങി. ഈ കാണുന്നത് തുളസിത്തറയാണ്. അപ്പം ആദ്യം നമുക്ക് അമ്പലം ചുറ്റും ഒരു പ്രദക്ഷിണ വയ്ക്കാം. ദ്രാവിഡൻ സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല 156 ഏക്കർ വിസ്തീർണത്തിലുള്ള ഈ ഒരു ടെമ്പിൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെമ്പിളാണ്. പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷന് 2017 യുനെസ്കോ പസഫിക് ഏഷ്യ അവാർഡും കൂടി ഈ ഒരു ക്ഷേത്രം നേടിയിട്ടുണ്ട്. ഇത്രയേറെ അത്ഭുതകരവും പിന്നെ മനോഹരമായ ഒരു ക്ഷേത്രം നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിമാനം തന്നെയാണ്. അതുമാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങളും പറ്റുന്ന ഒരു ദിവസം ഈ ക്ഷേത്രം വന്ന് കാണണം. അത്രയ്ക്കും നല്ലൊരു മനോഹരമായ ക്ഷേത്രമാണ് ഈ കാണുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, അതായത് 14ാമത്തെ സെഞ്ചുറിയിലെ ഈ ക്ഷേത്രം ആക്രമിക്കുകയും പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളെ തകർക്കുകയും ചെയ്തായിരുന്നു. അതിനുശേഷം, അതായത് 14ാമത്തെ സെഞ്ചുറി കഴിഞ്ഞതിന് ശേഷം ഈ ക്ഷേത്രം പിന്നെയും പുനർനിർമ്മിക്കുകയും മുൻപുണ്ടായതിനേക്കാളും ഏറ്റവും വലിയ രീതിയിൽ നിർമ്മിച്ചായിരുന്നു. അതിനുശേഷമാണ് ഈ 21 ഗോപുരങ്ങൾ ഇവിടെ നിർമ്മിച്ചത്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ട് നേരെ ഇനി നമ്മൾ ചുറ്റുവട്ടാരം ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഈ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 156 വിസ്തീർണമാണ് ഉള്ളത്. അപ്പം നമുക്ക് കാണാം. വളരെയേറെ അതിശയങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിന് നിങ്ങളെല്ലാവരും അതിശയിപ്പിക്കുന്ന മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടെമ്പിൾ കോമ്പൗണ്ട് ഉള്ളത് ഈ ഒരു ക്ഷേത്രത്തിനാണ്. അതായത് ഏറ്റവും വലിയൊരു ചുറ്റുമതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്ന ശ്രീരംഗൻ ടെമ്പിൾ.
ഈ ഒരു ചുറ്റുമതിലിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി ഇങ്ങനെ മരങ്ങളും ചെടികളും ഒക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല സൈഡിൽ തന്നെ ഒരു നല്ല ഗാർഡനും കൂടി നമുക്ക് കാണാൻ പറ്റും. അതിനെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഇത്രയും ഒരു ചൂടുള്ള നാട്ടിൽ പോലും ഇവിടെ ഒരു നല്ല തണുത്ത കാറ്റും പിന്നെ തണലും നമുക്ക് കിട്ടുന്നത് ഇത്രയും നല്ല രീതിയിൽ ഇവരിവിടെ ഈ മരവും പിന്നെ ചെടികളെ ഒത്തിരി നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ്. എത്ര വലിയൊരു മതിലാണ്, അത് മൊത്തം കല്ലുകൊണ്ടാണ് ഇവർ നിർമ്മിച്ചേക്കുന്നത്. പണ്ടത്തെ കാലത്ത് ഏത് ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഈ കല്ലുകൊണ്ടായിരിക്കും അവർ മൊത്തത്തിൽ നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പം ഈ സൈഡ് മൊത്തം അവർ തെങ്ങ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, കണ്ടില്ല, ഫുള്ളായിട്ടുണ്ട്. അവിടുന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് എൻഡ് വരെ ഉണ്ട്. ഈ വശത്ത് മാത്രമല്ല ഈ വശത്തും ഉണ്ട്, കണ്ടില്ല. ആ സൈഡ് ഫുള്ള് പാർക്കാണ്. ഈ ശ്രീരംഗം ടെമ്പിളിൽ ടോട്ടൽ 81 വേറെ വേറെ ക്ഷേത്രങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ കാണുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു ക്ഷേത്രം. രംഗനാഥസ്വാമിയെയൊക്കെ തൊഴുതിട്ട് ഇങ്ങനെ വെളിയിറങ്ങി നല്ല വലിയൊരു ടെമ്പിൾ തന്നെയാണിത്. എത്ര ഏക്കർ കണക്കിനാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ പണിതിട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ. ഇവിടുത്തെ ഗോപുരമാണെങ്കിൽ തന്നെ അത്രയധികം വലിയൊരു ഗോപുരമാണ്. ബാക്കിയുള്ള കൽത്തൂണുകൾ ഇത് നോക്കിയോ, ചെറിയൊരു മണ്ഡപമാണ്. എത്ര കൽത്തൂണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഈ ക്ഷേത്രം കണ്ടു. ഇനി നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് സ്ഥലം വന്ന വഴി ഏതാണെന്ന് മനസ്സിലാവാണ്ട് ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഇത്രയും ഒരു വലിയ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വഴിയാണ് പോകേണ്ടത്, തിരിച്ചു പോകേണ്ടതും വരേണ്ടതും എന്നത് ഒത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് നോക്കി വെക്കുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, ഈ കാണുന്നതും ടെമ്പിളിനകത്തുള്ള ഒരു ഗോപുരമാണ്. അതുമാത്രമല്ല കണ്ടില്ലേ, ഇവിടെ മറ്റൊരു വലിയ ഗോപുരം കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് നമുക്ക് ചെന്ന് കാണാം. കണ്ടില്ലേ, എന്തൊരു വലിയ ഗോപുരമാണെന്ന്. അതായത് മറ്റേ ഗോപുരങ്ങളെക്കാളും കൂടുതൽ വ്യത്യസ്തവും വലുതായിട്ടും തോന്നുന്നുണ്ട്. അപ്പം ഇവിടെ കണ്ടില്ലേ എത്ര പില്ലർസ് ആണെന്ന്. അതുമാത്രമല്ല ഓരോ പില്ലറിലും വളരെ വ്യത്യസ്തമായ ആർക്കിടെക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, എത്ര റിയലിസ്റ്റിക് ആയ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന്. അതിമനോഹരമായ വിജയനഗരം സ്റ്റൈലിലെ ദ്രാവിഡം ആർക്കിടെക്ചറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, എത്ര മനോഹരവും പിന്നെ യാഥാർത്ഥ്യമായിട്ടാണ് ആ കാലത്തിൽ തന്നെ അവർ ഓരോ ശില്പങ്ങളെയും നിർമ്മിച്ചിട്ടുള്ളതെന്ന്. ഇതുപോലെയുള്ള ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ്. അതിൽ ഒരു സംശയവും ഇല്ല. കാരണം അത്ര മനോഹരമായ ശില്പങ്ങളും ക്ഷേത്രങ്ങളും നമുക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമെന്നതാണ് അതിൻ്റെ ആ ഒരു സത്യം. അപ്പം ഒത്തിരി വെയിലും നല്ല ചൂടും ഉണ്ടായതുകൊണ്ട് തന്നെ മണ്ണിലും പിന്നെ കല്ലിലൊന്നും നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓടിച്ചാടിയായിരുന്നു നടന്നത് മൊത്തം. ഒരു രണ്ട് മൂന്ന് റൗണ്ട് ഇട്ട് ഞങ്ങൾ മൊത്തം ക്ഷേത്രം കണ്ടു. കാണുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു തിരിച്ചു പോകുന്നത് ഏത് വഴിയിലൂടെയായിരുന്നു. അപ്പം 1-2 സ്ഥലത്ത് പോയപ്പോൾ അത് മൊത്തം തെറ്റിപ്പോയി. ഇപ്പം ഫൈനലി ഇതാണെന്നാണ് പറഞ്ഞേക്കുന്നത് വന്നത്. അപ്പം ഈ സൈഡാണെന്ന് പറഞ്ഞേക്കുന്നത്. നമുക്ക് പോകണ്ടായിരുന്നു. ഇത്തവണയും തെറ്റാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അങ്ങനെ ഇത്തവണ ഭാഗ്യം കൊണ്ട് തെറ്റിയില്ല. അപ്പം കറക്റ്റായിട്ടും ഞങ്ങൾ എൻ്ററായ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇപ്പം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതുവഴി വേണം ഞങ്ങൾ തിരിച്ച് ചെല്ലാനായിട്ട്. അപ്പം നമുക്ക് പോവാം. അങ്ങനെ പുറത്തിറങ്ങിയതും നല്ല ചൂടുണ്ടായത് കൊണ്ട് തന്നെ ഒത്തിരി ദാഹിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കരിക്കും വെള്ളം മേടിച്ചു കുടിച്ചു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എക്സിറ്റ് ആയിരിക്കുന്നു. ആദ്യം എക്സിറ്റിൻ്റെ വഴി അറിയാതെ ഒരു 2-3 റൗണ്ട് ഇട്ടായിരുന്നു. ഇതിന് ടോട്ടൽ 4 എൻട്രൻസും എക്സിറ്റും ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ
കൺഫ്യൂസ്ഡ് ആയിരുന്നു എക്സിറ്റ് ഏത് വഴിയാണെന്ന് അറിയാതെ. ഒത്തിരി പേരോട് ചോദിച്ചിട്ട് പിന്നെ എക്സിറ്റ് ഇതുവഴിയാണെന്ന് മനസ്സിലാക്കി ഇറങ്ങിയത്. അപ്പം വലിയൊരു ക്ഷേത്രമാണ്, വലിയൊരു ഹിസ്റ്റോറിക്കൽ ടെമ്പിളാണ്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. കാരണം ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലെ ഒരു ഹിന്ദുയിസത്തിൻ്റെ ഐതിഹ്യമാണ് ഈ ഒരു ടെമ്പിള്. അപ്പം നിങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് എൻട്രി ആവാൻ പോകുന്നതെന്ന്. കാരണം നിങ്ങൾ ഏത് വഴിയിലൂടെ എൻട്രി ആവുമ്പോൾ ആ വഴി നിങ്ങൾക്ക് എക്സിറ്റ് ആവാൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി വെച്ചിട്ടില്ലെങ്കിൽ, അപ്പം ആദ്യം തന്നെ നോക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആവുമ്പോൾ എളുപ്പമായിരിക്കും. ഇവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഭഗവാനെ കണ്ട് അനുഗ്രഹം മേടിച്ച് ഇവിടുന്ന് ഇറങ്ങുവാണ്. ഭഗവാൻ നിങ്ങൾ എല്ലാവർക്കും ആയുരാരോഗ്യവും ആയുസ്സും തന്ന് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.